മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു. ശാസ്ത്രത്തോട് അങ്ങേയറ്റം പ്രതിബദ്ധതയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. ഇതിനോടൊന്നും ധനിക രാഷ്ട്രീയത്തിന് യോജിപ്പില്ല. കേരളത്തിലെ ആവട്ടെ, ഇന്ത്യയിലെ ആവട്ടെ, ലോകത്തെ ആവട്ടെ, ധനിക രാഷ്ട്രീയം ഇതിനെ എതിർക്കുന്നു എന്നതാണ്. ആ നിലയിൽ അവർ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഉള്ളിൽ നിന്ന് ശ്രമിക്കാറുണ്ട്, വെളിയിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താറുണ്ട്. ആ നിലയിലാണ് ഇപ്പൊ 67 ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയിൽ അന്നുണ്ടായിരുന്ന കക്ഷികൾ നടത്തിയ അട്ടിമറിയാണ്. 80 ഗവൺമെന്റിൽ അതാണ് സംഭവിച്ചത്. 57 ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അട്ടിമറിച്ചത് ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള ഈ സമ്പന്നന്മാർ ഒരുമിച്ച് ചേർന്നാണ്. സാമ്രാജ്യത്വത്തിനും ഒരു പങ്കുണ്ട്. ആ നിലയിൽ ഇന്ത്യയിലും ലോകത്തും കേരളത്തിലുമുള്ള ധനിക വിഭാഗമാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ സംജാതമാക്കിയിരിക്കുന്നത്. ഒന്നുകിൽ കാലാവധി തീർക്കാൻ അനുവദിക്കില്ല, കാലാവധി തീർന്നാൽ ഒരു ഭരണ തുടർച്ച സമ്മതിക്കില്ല എന്നതാണ്. ഇന്നിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 90കളിലും ഈ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകത്തിലും ഉണ്ടായ ഗവൺമെന്റുകൾക്ക് അതിന്റെ കാലാവധി പൂർത്തിയാക്കാൻ അവസരമുണ്ടായി. 90കളോടെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. കോൺഗ്രസ് ദുർബലമാവും. ഒറ്റയ്ക്ക് അവർക്ക് ഭൂരിപക്ഷമില്ല. മറ്റ് കക്ഷികളുടെ പിന്തുണയോടെ മാത്രമേ അവർക്ക് കേന്ദ്രം ഭരിക്കാനാവൂ. അതുകൊണ്ട് 57ലും 67ലും 80ലും നടത്തിയ അട്ടിമറി അവർക്ക് 90കളിലും ഈ നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകത്തിലും നടത്താൻ കഴിയാതെ പോകുന്നു. ഇന്നിപ്പോ 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടി അവര് അധികാരത്തിൽ തുടരുകയാണ്. ഈ ഗവൺമെന്റ് 2014 മുതൽ ഇന്ന് വരെ ഭരിക്കുന്ന കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന്റെ ഗവൺമെന്റാണ്. ഈ താല്പര്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടനാ വ്യവസ്ഥകളെ അവർ അട്ടിമറിക്കുന്നുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നുണ്ട്. അതുപോലെ ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ നിയമാധിഷ്ഠിത സ്ഥാപനങ്ങളുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ നിയമാധിഷ്ഠിത സ്ഥാപനങ്ങളെയും കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമില്ലാതായത്. ജമ്മു ആൻഡ് കാശ്മീർ ഭരണഘടനാ തത്വങ്ങളെ ലംഘിച്ചു, പാർലമെന്ററി ചട്ടങ്ങളെ ലംഘിച്ചു. സംസ്ഥാനം അല്ലാതായി മാറി. കേന്ദ്രഭരണ പ്രദേശമാവുന്നു, രണ്ടായി വെട്ടിമുറിയപ്പെടുന്നു. ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജികൾ വർഷം കഴിഞ്ഞിട്ടും പരിഗണിക്കാൻ തയ്യാറാവുന്നില്ല. ഹേബിയസ് കോർപ്പസ് ഹർജികൾ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് പരാതിക്കാരന് വേണ്ടി വന്നാൽ തടങ്കലിലായ ആളിനെ പോയി കണ്ടുവരാമെന്നാണ്.
ഈ നിലയിൽ സുപ്രീം കോടതി അതിന്റെ ചുമതല നിർവഹിക്കുന്നതിൽ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമാധിഷ്ഠിത സ്ഥാപനങ്ങളെയും കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിനു വേണ്ടി അവർ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടക്കുന്ന മഹാസമരം കാർഷിക മേഖലയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായിട്ടുള്ള സമരമാണ്. എല്ലാ കൃഷിക്കാരും അണിനിരന്നിട്ടുണ്ട്. കൃഷിക്കാർ മാത്രമല്ല, മറ്റെല്ലാ ജനവിഭാഗങ്ങളും. ഇന്നിപ്പോ വരാനിരിക്കുന്ന കേരള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ UDFും BJPയും ഒരുമിച്ച് നീങ്ങുന്നു എന്ന വലിയ വിപത്ത് നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ജനാധിപത്യപരമായൊരു വിധിയെടുത്ത് കേരളത്തിൽ സംഭവിച്ചാൽ ആ വിധി തങ്ങൾക്കെതിരാവും. അവർ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കോർപ്പറേറ്റുകളുടെ വർഗീയതയുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇന്നിപ്പോ ഈ രണ്ട് വിഭാഗക്കാരും ഒത്തുചേർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനു വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. ഇപ്പൊ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതെല്ലാം നിലയിലാണ് ഈ രണ്ട് വിഭാഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് ദുരുപയോഗപ്പെടുത്തുന്നത്? ഈ ദുരുപയോഗപ്പെടുത്തുന്ന പ്രവൃത്തിക്ക് എത്ര വലിയ പിന്തുണയാണ്, പ്രോത്സാഹനമാണ് UDFന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്? കള്ളക്കഥകളുടെ കുഴി ബോംബുകളുമായി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിക്കാനാണ്, ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് UDFും BJPയും ഇന്ന് ശ്രമിക്കുന്നത്. ഇപ്പൊ പുതിയ കഥ, ഞാൻ പഴയ കഥകളിലേക്ക് കടക്കുന്നില്ല. ഇന്നത്തെ പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുള്ള കഥ, ഡോളർ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും പ്രേരിപ്പിച്ചു എന്ന് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി മൊഴി കൊടുത്തതായി അറിഞ്ഞിരിക്കുന്നു എന്ന നിലയിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ കേരളത്തിലെ പ്രധാനി ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ആർക്കാ സ്വർണം കള്ളക്കടത്തട്ടെ, ഡോളർ കടത്തട്ടെ, ആർക്കാണ് തടയാനുള്ള ഉത്തരവാദിത്വം? ഈ കള്ളക്കടത്ത് വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അന്യരാജ്യങ്ങളുമായുള്ള നിശ്ചയിക്കപ്പെട്ട അതിർത്തി, അതുവഴി മാത്രമേ ഇങ്ങോട്ട് കടന്നു വരാനാവൂ, അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകാനാവൂ. ആരാ ചുമതലക്കാർ? ഒരു സംസ്ഥാന ഗവൺമെന്റിനും ഇതിനുള്ള ഉത്തരവാദിത്വവും ചുമതലയുമില്ല. കസ്റ്റംസ് ആണ് പ്രധാനപ്പെട്ട ഉത്തരവാദി, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രധാനപ്പെട്ട ഉത്തരവാദി, കേന്ദ്ര പോലീസ് സൈന്യമാണ് പ്രധാനപ്പെട്ട ഉത്തരവാദി. അതുകൊണ്ട് രാജ്യത്ത് സ്വർണത്തിന്റെയോ ഡോളറിന്റെയോ കള്ളക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം ഈ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഈ ഡിപ്പാർട്ട്മെന്റുകളെ നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. ഇന്നിപ്പോ സ്വർണ്ണ കള്ളക്കടത്ത് ആദ്യമായി നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെയാണ് കുറ്റവാളികളായി മുമ്പ് കണ്ട് പിടിക്കപ്പെട്ടത്? നിരവധി കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളികളാണ് ഇക്കാര്യത്തിൽ. ഈ കസ്റ്റംസും ഇമിഗ്രേഷനും സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സും അറിയാതെ ഒരു സ്വർണവും ഇന്ത്യയിലേക്ക് വരില്ല, ഒരു ഡോളറും ഇന്ത്യയിലേക്ക് വരില്ല, ഇവിടെ നിന്ന് പോവില്ല. അവരാണ് കുറ്റവാളി. അതുകൊണ്ട് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രേരണ നടന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം
ജനങ്ങളെ കബളിപ്പിക്കാനാണ്, പുകമറ സൃഷ്ടിക്കാനാണ്. ഒരു ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് നടന്നുണ്ടെങ്കിൽ ഈ കസ്റ്റംസ് ആണ് ഉത്തരവാദി, ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഉത്തരവാദി. അതുമാത്രമല്ല, ഒരു കേസിലെ പ്രതി, കസ്റ്റഡിയിൽ കഴിയുന്നവർ കസ്റ്റഡിയിൽ നൽകുന്ന മൊഴി എന്ന് പറയുന്ന ആ മൊഴി ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ആ മൊഴിയെ പറ്റിയുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ സ്റ്റേറ്റ്മെന്റാണ് കോടതിയിൽ വന്നിരിക്കുന്നത്. എന്താ ഈ മൊഴിയുടെ വിശ്വാസ്യത? പരിപാവനാണ് എന്ന നിലയിലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് പ്രചാരവേല നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കള്ളക്കഥകളുടെ കുഴിബോംബുകളിലൂടെ നമ്മുടെ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ്. ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. ഇന്നലെ എന്താ ഈ മൊഴി പ്രത്യക്ഷപ്പെടാൻ കാരണം? 3 മാസം മുമ്പ് കൊടുത്തതല്ലേ. ഇന്നലെ ഇത് പ്രസിദ്ധപ്പെടുത്താൻ കാരണമുണ്ട്, തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു എന്നതാണ്. ആ നിലയിൽ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അട്ടിമറി പ്രവർത്തനമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ ഉദ്യോഗസ്ഥന്റെ ഒരു ഫേസ്ബുക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇന്നിപ്പോ വന്നിട്ടുണ്ട്. ഈ പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കുഴിബോംബുകൾക്കെതിരായി പ്രചാരവേല നടത്തി, ജനങ്ങളെ അണിനിരത്തി. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെതിരായല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ BJPയുടെ കോൺഗ്രസിന്റെ ശബ്ദത്തിനെതിരായി ജനങ്ങളെ അണിനിരത്താനാണ്, ജനങ്ങളുടെ ബോധം വളർത്താനാണ്. ഏതെങ്കിലും ഒരു ചെറിയ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള പ്രകടനമല്ല. അതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു എന്നതാണ്. അത് അയാളുടെ രാഷ്ട്രീയം പുറത്തു വന്നിരിക്കുന്നു. ആ സ്ഥാനം വഹിക്കാൻ അയോഗ്യനാണെന്നുള്ള കാര്യവും പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് റിയാക്ഷൻ വഴി. അതുപോലെ മറ്റൊരു വാർത്തയും ഇന്നത്തെ പത്രത്തിലുണ്ട്. എന്താ വാർത്ത? 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇഡിക്ക് ക്രൈം എഡിറ്റർ നൽകിയ ഒരു പരാതി. 15 കൊല്ലമായി ഇഡി ഇതിന്റെ പുറത്ത് ഉറങ്ങുകയാണ്. ഇപ്പൊ പൊടി തട്ടിയെടുത്ത് ക്രൈം എഡിറ്ററെ വിളിച്ചു, ഉടനെ പത്രത്തിലും കൊടുത്തു. ആരാ ഈ 15 വർഷമായി ഇതിന്റെ പുറത്ത് ഇരുന്ന് ഉറങ്ങിയതിനുള്ള ഉത്തരവാദി? ഇഡിയാണ് ഉത്തരം പറയേണ്ടത്. ഇപ്പൊ ഇത് പൊട്ടി പുറപ്പെട്ടതും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. രാജേന്ദ്രൻ അക്കാര്യം വിശദമായി ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഉണ്ടാവുന്ന രാഷ്ട്രീയ സംഭവങ്ങളെ രാഷ്ട്രീയമായി വിലയിരുത്താൻ ത്രാണിയുള്ള, വളരെ പ്രബുദ്ധരായ, ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് ഈ ജനാധിപത്യ സ്വഭാവത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുഴിബോംബ് പൊട്ടിക്കലുകൾക്കെതിരായി നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ മനസ്സാക്ഷി ഉണരേണ്ടത് ആവശ്യമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഈ ഗവൺമെന്റ് വലിയ പ്രതിസന്ധികളുടെ നടുവിൽ അതിസമർത്ഥമായ വികസന പരിപാടികൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി. അത് ചർച്ച ചെയ്യപ്പെട്ടാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. ഒഴിവാക്കാനാണ്
ഈ ഓരോ കള്ളക്കഥകളുടെ കുഴിബോംബുകളുമായി ഇവർ രംഗത്ത് വരുന്നത്. ഇന്ന് പുതിയതൊന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നാളെയും വന്നു എന്ന് വരും. ഓരോ ദിവസവും പ്ലാനിട്ട് പോളിംഗ് തീയതിയായ ഏപ്രിൽ 6 വരെ ഇത്തരം കഥകൾ ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനത ഇത്തരം കള്ളപ്രചാര വേലകളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ജാഗ്രത പുലർത്താനാവണം. ഈ നിലയിൽ ജനാധിപത്യ സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ബിജെപിക്കും കോൺഗ്രസിനും അവരുടെ സഖ്യങ്ങൾക്കും കനത്ത തിരിച്ചടി നൽകാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനത തയ്യാറാവും. കഴിഞ്ഞ കാലത്ത് നടന്ന ഇത്തരം സംഭവങ്ങളെ പറ്റിയാണ്, ഇത്തരം അടിയൊഴുക്കുകളെയും അട്ടിമറികളെയും സംബന്ധിച്ച് പരാമർശിക്കാനാണ് രാജേന്ദ്രൻ ശ്രമിച്ചത്. ഈ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ രാജേന്ദ്രന് കുറെക്കൂടി മെച്ചപ്പെട്ട ഒരു പുസ്തകം എഴുതാൻ അവസരമുണ്ടാകും എന്നാണ് തീർച്ചയായും എന്റെ പ്രതീക്ഷ. അതാണ്. ആ നിലയിൽ രാജേന്ദ്രന്റെ പുസ്തകം അങ്ങേയറ്റം കാലോചിതമാണ്. ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ ഉണർത്താൻ സഹായിക്കുന്നതാണ്. വീണ്ടും വീണ്ടും രാജേന്ദ്രനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ.